അമ്മമാർക്ക് നിങ്ങൾക്ക് ആശങ്കയൊക്കെ വയ്ക്കുന്നോ? ഞാൻ വലുതായാൽ ഞാൻ ആരോഗ്യം ക്ഷയിച്ചാൽ ഗാത്രം സങ്കുചിതം ഗതിർ വിഘടിതി ദൃഷ്ടൻ ദൃഷ്ടിർ നശ്യതി വർദ്ധതി പ്രതികത വാക്യം രാത്രിയിലെ ഭക്തം ലരായതായ ശരീരം ചുപ്പിച്ചുടിയും നടക്കുന്നു ചാളിപ്പോവും വാക്കുകൾ വ്യക്തമാവില്ല, കണ്ണ് കാഴ്ച കുറയും, ചെവി കേൾവിക്കുറവറിയും, മുഖമെല്ലാം ചുപ്പിച്ചുളി ആകെ പ്രശ്നമാവുന്നു. എന്നെ കൊണ്ടുപോയിട്ട് ഗുരുവായൂർ നടയിലോ ഒഴിവാക്കുക, ഓച്ചിറ നടയിൽ നള്ളിക്കറിയോ വൃദ്ധമന്ദിരത്തിൽ കൊണ്ട് തഴുതുമോ എന്ന ആശങ്കയുണ്ടോ നിങ്ങൾക്ക്? ഒരാശങ്കയും വേണ്ട. ആദ്യയുടെ നിപ്പായ തോന്നുന്ന കഥ നിങ്ങൾ വായിച്ചു നോക്കുക മക്കൾ. ആ വായിച്ചു കൊടുക്കുമ്പോ ആദത്തിന്റെ മൂല്യബന്ധം ആ വായന തീരുമ്പോ അവന്റെ കണ്ണിൽ ഒരു നനവുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങളുടെ കുട്ടികൾ വൈകതുറമുള്ളവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നെയ്പായസം വായിക്കുക. ബഷീറിന്റെ കാര്യം നീല കണ്ടപ്പിള്ളേന്റെ പൂവമ്പഴപ്പഴം പണ്ടവരുണ്ടോ? പൂമ്പഴം വായിക്കൂടാവില്ലേ? ബഷീറിന്റെ കാര്യം പൂമ്പഴം. നിങ്ങൾ ഈ കുട്ടികളുടെ ശരീരത്തെ വെച്ച് തടിപ്പിക്കാൻ ഭക്ഷണം കൊടുത്താൽ അത് പശുവിന് കൊടുക്കുന്ന പോലെ, ഊത്തിന് കൊടുക്കും പോലെ, പന്നിക്ക് കൊടുക്കും പോലെ, കോഴിക്ക് കൊടുക്കും പോലെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് മാത്രം നിങ്ങൾ രക്ഷിതാവാകുന്നില്ല. അവന്റെ മനസ്സ് വളർത്താൻ നിങ്ങൾ എന്താ? കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ വേണ്ടിയല്ല കമ്പ്യൂട്ടർ, അതിന്റെ സോഫ്റ്റ്വെയർ ആണ് പറയാറ്. കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ, ഇതിന്റെ UBS, അതിന്റെ കീബോർഡ്, ഇതിന്റെ വൈറ്റ് മൗസ്, ഇതിനു വേണ്ടിയിട്ടല്ലോ നമ്മൾ വാങ്ങുള്ളത്. അതിൽ അപ്ലോഡ് ചെയ്യുന്ന, എന്നിട്ട് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ഇൻഫർമേഷൻ ആണ് അതിന്റെ സോഫ്റ്റ്വെയർ. നമ്മുടെ ശരീരം വളർത്താനല്ല, ഹാർഡ്വെയർ അല്ല സോഫ്റ്റ്വെയറിന് പ്രാധാന്യം, ചിന്തയ്ക്കാ പ്രാധാന്യം. അല്ലാതെ ചിന്ത എഴുതിയതിന്റെ വല്ലവൃത്തിരി അപ്പുറത്തെ അക്ഷരത്തിന് മാറ്റിയിട്ട് വളർത്തിയിട്ട് ഒരു കാര്യമില്ല. അതിന് മാത്രം ശ്രദ്ധിക്കുന്നതുകൊണ്ട് നിങ്ങൾ പുതിയ തലമുറയ്ക്ക് സോഫ്റ്റ്വെയറിനാണോ ഹാർഡ്വെയറിനാണോ പ്രാധാന്യമെന്ന് 2 ഉദാഹരണങ്ങൾ കൂടെ ഞാനിപ്പോ തെളിയിച്ചു തരാം. കാസർഗോഡുള്ള ഇൻഡോ ദുരിതബാധിതർക്ക് വീട പ്രശ്നത്തിന് വേണ്ടിയിട്ട് ലോകം അറിയപ്പെടുന്ന മനുഷ്യാവകാശ പ്രവർത്തകയായ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം നടന്ന സംഭവം ഓർമ്മയുണ്ടോ? ആ സമയത്ത് ഞാൻ കേരളത്തിലെ യുവാക്കളുടെ സോഷ്യൽ മീഡിയ പ്രൊഫഷണൽ സ്റ്റാറ്റസുകളും എല്ലാം പരിശോധന. എവിടെയും അതിനെ പറ്റി ഒരു ചെറുപ്പക്കാരൻ അതിനെ പറ്റി ഒരു അഭിപ്രായം പറഞ്ഞില്ല, കമന്റ് പറഞ്ഞില്ല, സ്റ്റാറ്റസ് ഇട്ടില്ല, ഒന്നും ഒരു പുറകേറ്റില്ല. അങ്ങനെ സംഭവം നടക്കുന്നുണ്ടോന്ന് പോലും അവരറിയില്ല. എന്ന ഒരു ചെറുപ്പക്കാരൻ അവരുടെ ബാഗ് മോഷ്ടിച്ചില്ല, ഓടിക്കളഞ്ഞു. പാസ്പോർട്ട് അടക്കം പോയി അവർ. ആരുടെ ദയാഭയം? മന്ത്രിമാരിടപെട്ടു, സംസാരിച്ചു, പ്രശ്നമൊക്കെ പരിഹരിച്ചു. പക്ഷേ അവർക്ക് ചിന്തയുള്ള സ്ഥിതിയാണ്. അവരുടെ ചിന്തകൾ ലോകത്ത് മൂല്യമുള്ള സ്ഥിതിയാണ്. ഒരു മലയാളിയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന സ്ഥിതിയാണ്. പക്ഷേ ചിന്തയുള്ള ആ സ്ഥിതിയെ കാണാൻ ഒരു യുവാവും പോയില്ലെന്ന് പോട്ടെ, അവരുടെ സോഷ്യൽ മീഡിയയിൽ അവരെ വലിയൊരു അഭിപ്രായം പറഞ്ഞില്ല. എന്നാൽ 2 മാസം കഴിഞ്ഞപ്പോ മറ്റൊരു സ്ത്രീ അവരുടെ ഒരു ചിന്തയുടെ ഏതെങ്കിലും ഒരു പത്രത്തിലോ ചാനലിലോ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവരെ കാണാൻ 2 ലക്ഷം യുവാക്കൾ വണ്ടി പിടിച്ചിട്ട് കൊച്ചി നഗരത്തിലെത്തി. ആ ടൗൺ സ്പന്ദിച്ചു പോയി. എന്താ പ്രശ്നം? എന്ത് കാണാനാ പോയെ? ചിന്തയല്ല, ചിന്തയുടെ വഴി വിട്ടിട്ട് അപ്പുറത്തെ അക്ഷരത്തിന് മാറ്റിയിട്ട് കുലുക്കി നിർത്തുന്ന സന്നിധിയോടെ കാണാൻ. മനസ്സിലായോ? സന്നിധിയോടെ കാണാനാ പോയെ. അപ്പൊ നമ്മുടെ യുവാക്കൾ കാണോ വഴി മാറ്റിയ കാണോ? അതനുസരിക്കുന്ന കടകളല്ല ഉദ്ഘാടനത്തിന് മന്ത്രിമാരെ വിളിക്കും, MLA-മാരെ വിളിക്കും, സാംസ്കാരിക നായകന്മാരെ വിളിക്കും, പിന്നെ സിനിമാ നടന്മാരെ വിളിക്കും, മമ്മൂട്ടിനെ വിളിക്കും, മോഹൻലാലിനെ വിളിക്കും. ഇപ്പൊ എല്ലാം പോയിട്ട് ഇപ്പൊ എല്ലാം ഉദ്ഘാടനം ഒരാളെ കാരണം എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നോണം. സംഭവം മനസ്സിലായിട്ടോ? അതിലാണ് കേരളക്കാരെല്ലാം ഫോക്കസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് വരുന്നത്. സത്യല്ലേ? കേരളത്തിലെ സാംസ്കാരിക മണ്ഡലം ചിന്തയിൽ നിന്ന് ഈ പിൻഭാഗ തയങ്ങ് പോയതിന്റെ കാരണം ആരാ? ആ ചെറുപ്പക്കാരല്ല, ആ കുട്ടികളല്ല. നമ്മൾ അവന്റെ ശരീരത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അവന്റെ മനസ്സിന്, അവന്റെ ഹൃദയത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? ആ മനസ്സ് വളർത്താൻ നിങ്ങളുടെ എത്ര ചെലവഴിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ?
നിങ്ങൾ 24 മണിക്കൂറും വിട്ട് പാചകം ചെയ്യാനും ഉറങ്ങാനും കുളിക്കാനോ കാലം ചെലവഴിക്കുമ്പോ നമുക്കൊരായുസ് 90 വയസ്സുവരെ ജീവിക്കുന്ന ഒരു മനുഷ്യന് 15 വയസ്സ് മാത്രമേ 15 വർഷം മാത്രമേ മനസ്സിനും ഹൃദയത്തിനും വേണ്ടി ചെലവഴിക്കാറുള്ളൂ. ബാക്കി 75 വർഷവും ശരീരത്തിന് വേണ്ടിയാ ചെലവഴിക്കും. അറിയാവുന്നത് ഞാൻ തെളിവ് തരാം. 90 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ ഉറങ്ങുന്നത് എത്ര കൊല്ല? ഉറങ്ങുന്നത് എത്ര കൊല്ല? 35 കൊല്ലം. 24 മണിക്കൂർ 8 മണിക്കൂർ ഡെയിലി ഉറങ്ങുമ്പോ 1/3 90ന്റെ 1/3 30 ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഒരു 60 കഴിഞ്ഞാലും ഞാൻ മുതൽ ഉറങ്ങില്ലേ? അപ്പൊ ഒരു 50 കൊല്ലം എക്സ്ട്രാ കൂട്ടണ്ടേ? അപ്പൊ 35 കൊല്ലം മൊത്തം നമ്മൾ രാവുപകൽ ഉറങ്ങുക. കുംഭകർണനെ കുറ്റം പറയണ്ട. കുംഭകർണൻ ഹോൾസെയിലായിട്ട് ഉറങ്ങുന്നു, നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഉറങ്ങുന്നു. അത്രയേ ഉള്ളൂ. അല്പാൽപ്പം ഉറങ്ങുന്നു, പക്ഷെ മൊത്തം കൂട്ടി നോക്കിയാൽ 35 കൊല്ലം ഉറക്കുക. 90 പോയ 55 ബാക്കിയുള്ള ബോധത്തോടെ ആ 55 10 കൊല്ലം കുഞ്ഞാമ്പ് മാത്രം ഭക്ഷണം ഉണ്ടാക്കാൻ, പാചകം ചെയ്യാൻ, പാത്രം കഴുകാൻ, കൈ കഴുകാൻ, പരിശുദ്ധ കുത്തിയിരിക്കുന്ന ഇറച്ചി കഷ്ണമെല്ലാം തോണ്ടിയെടുക്കാൻ എല്ലാം കൂടിയുള്ള സമയം ഒരാഴ്ച 10 കൊല്ലം വല്ല ഭക്ഷണത്തിന് വേണ്ടിയാ. 55 10 പോയാ 45 ബാക്കി പകുതി പോയി. ആയുസിന്റെ പകുതി പോയി. 10 കൊല്ലം തിന്നാ പോരല്ലോ, തിന്ന പോലെ പോകുമ്പോണ്ടേ ടോയ്ലറ്റ്. പ്രധാനമന്ത്രി ടോയ്ലറ്റ് പറ്റി പോണോ എന്ന് പറയാൻ പറ്റുമോ? പോയില്ല, കാര്യം പോക്കാ. കുളിമുറിയിലും കക്കോസിലും 10 കൊല്ലം ഇരിക്കും, പണ്ടത്ര ഇരിക്കൂല. പണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് വന്നപ്പോ സമയം കൂടി ആളുകൾ പണ്ട് മുട്ടും മടക്കി ഇരിക്കുമ്പോ മുട്ട് കടഞ്ഞിട്ട് വേഗം. ഇപ്പൊ നല്ല സ്റ്റോളുമിൽ ഇരിക്കുമ്പോ ചെറുപ്പക്കാരുള്ള അതിനുള്ളിൽ ആടുന്ന ഒടുങ്ങി അവിടെ ഇരുന്നിട്ട് നല്ല സുഖമായിട്ട് വേലയൊന്നും ഉണ്ടാവുക ഒടുങ്ങി, തായെന്നുണ്ടാവുക ഒടുങ്ങി. രണ്ടും നടക്കുമല്ലോ. 10 കൊല്ലം കൂടെ ഇനി എത്ര ബാക്കി? 35. 10 കൊല്ലം അസുഖമായിട്ട് കിടക്കൂലേ? പലരുടെ അസുഖം വന്ന് കിടക്കൂലേ? ചെറിയ പ്രായത്തിലും പ്രായമായാലും ഒരുപാട് കിടക്കും. 10 കൊല്ലം അങ്ങനെ പോയി. ഇനി ബാക്കി 25. 10 വർഷം നമ്മളെ മേക്കപ്പ് ചെയ്യണ്ടേ? മുട്ടി വളരാൻ, മുട്ടി ചെയ്യാൻ, തൊട്ട് തൊടാൻ, പൗഡർ ഇടാൻ, ഷേപ്പ് ചെയ്യാൻ, മീശ കട്ടിയാൻ, സാരി ഒഴിക്കാനൊക്കെ, സാരി പിന്നു കുത്താനിടുന്ന സമയത്ത് ചില ആളുകൾ മുണ്ടാണിക്ക് പിന്നു കുത്താനുണ്ടോ? ഇത് ഒറ്റ കൈയോണ്ട് കുത്തുമ്പോ ഇങ്ങനെ പുറഞ്ഞൊടിയുന്ന വായു തരീപനും തിരിഞ്ഞ് കളിക്കുക. 10 കൊല്ലം അങ്ങനെയും പോയി. 15 കൊല്ലം ബാക്കിയുള്ളത് മനുഷ്യനാവണം. ആ 15 കൊല്ലം മനുഷ്യൻ മനസ്സും ഹൃദയവും വളർത്താൻ നിങ്ങൾ എന്താ ചെയ്യുക? മൊബൈൽ ഫോൺ, ടിവിയും ഇലക്ട്രോണിക് മീഡിയകളെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് വരാന്തിട്ട് പ്രകൃതിയുടെ മനുഷ്യട്ട് വീട്ടുകാരും വളർന്നു വരുന്ന കിട്ടുകളും മുറ്റത്ത് പറക്കുന്ന പൂമ്പാറ്റകളോട് അരമണിക്കൂർ നിങ്ങൾ സമയം ചെലവഴിക്കാറുണ്ടോ രക്ഷിതാക്കളെ? അരമണിക്കൂർ എല്ലാം മറന്നിട്ട് മക്കളോട് നല്ല കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ടോ? അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഡിജിറ്റലായതാണ് നമ്മുടെ കുട്ടികളുടെ സ്വഭാവത്തിൽ ഇപ്പൊ വന്നിരിക്കുന്ന വൈകൃതത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. ജൈവികമായ കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഇപ്പോ ഡിജിറ്റലാ. ഭാര്യയും ഭർത്താവും ഡിജിറ്റലാ, അച്ഛനും മകനും ഡിജിറ്റലാ. പറയില്ല. ഒരു കഥ വായിച്ചു കഴിഞ്ഞ ദിവസം. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അയാളുടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് അയാൾ നോക്കിയപ്പോ രാത്രി 1:30. ഈ സമയത്ത് എനിക്കാരാപ്പ മെസ്സേജ് അയക്കേണ്ട ആളുകൾ പെട്ടതായ കുടുംബത്തിലൊരു കിടക്കുന്നു. ആള് പോയോ? കുടുംബ ഗ്രൂപ്പിൽ അമ്മാവൻ പോയി എന്ന് മെസ്സേജ് ഇടുമല്ലോ. എന്തോ പറ്റിയോ? വിറക്കുന്ന കൈയോട്ട് മൊബൈൽ ഫോൺ എടുത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് അപ്പോഴേക്കും അമ്മാവനെ പറ്റിയുള്ള ഓർമ്മകൾ ഇങ്ങനെ രമ്യ വരിക. പോയോ? അദ്ദേഹം വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വായിച്ചു. അതിലിങ്ങനെയായിരുന്നു മെസ്സേജ്. വല്ലാത്ത ചൂട്, പുഷ്ടിക്കുന്നതല്ലാണ്ട് ഒന്ന് അങ്ങോട്ട് കിടക്ക്. ഭാര്യ ഭർത്താവിനെ വിളിച്ചിട്ട് അറിയുന്നില്ല. മെസ്സേജ് അയച്ചപ്പോ എല്ലാം ഡിജിറ്റൽ. ലോകത്തിലുള്ള പല ആർട്ടിസ്റ്റ് വരെ ഗുഡ് മോർണിംഗ് അയക്കും. ചില മഹാന്മാർ സ്വന്തം ഭാര്യയോടും മക്കളോട് ഒരു ഗുഡ് മോർണിംഗ് പറയില്ല. പലർക്കും ഗുഡ് മോർണിംഗ് ആയിരിക്കും. ഇവരെ ഗുഡ് മോർണിംഗ് കിട്ടിയില്ല, നമ്മൾ ബാഡ് മോർണിംഗ് ആയിരിക്കും. ഇതൊരു സുഖമാണ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആയിരിക്കും. രാത്രി സന്ധ്യ പോയി തുടങ്ങും ഗുഡ് നൈറ്റ് ആയിരിക്കും.
ഒന്ന് സ്വന്തം മക്കളോട് ഭാര്യയോട് വീട്ടുകാരോടൊന്നും പറഞ്ഞൂടെ? പറയില്ല. കല്യാണം കഴിയുന്നവരെ 100 പ്രാവശ്യം ഐ ലവ് യു പറയും. കാമുകനും കാമുകിയും കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു തവണ ഐ ലവ് യു പറഞ്ഞില്ല. നിങ്ങളോട് ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറഞ്ഞിട്ടുണ്ട് ഐ ലവ് യു? എന്താ പറയാൻ പാടിയ? വിവാഹത്തിന് ശേഷം എന്താ ഐ ലവ് യു പറയാത്തതെന്ന് ചോദിച്ചപ്പോ, കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ ചോദിച്ചപ്പോ ഒരാൾ ചോദിച്ചു പറയാം, അതെന്താ പറയാത്തതെന്ന് പറയും. എന്താ? ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണ്ടല്ലോ. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രചരണം വേണം. അപ്പൊ ഈ ഇലക്ഷന്മാരാണ് പ്രധാനം. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വേണ്ട, ലവ് വേണ്ട. ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും പ്രേമിക്കുന്നത് കാണോ മക്കള്? ആ കുട്ടികൾക്ക് നല്ല പുഷ്പിക്കുന്ന മനസ്സുണ്ടാവും പറയുന്നു. പ്രണയത്തെ പറ്റിയിട്ട് കുട്ടികൾ ധരിച്ചിരിക്കുന്നത് ശരീരങ്ങൾ ചേരലാണെന്നാണ്. ആത്മാക്കൾ ഇണചേരുന്നതാണ് പ്രണയമെന്ന് അവരെ പഠിപ്പിക്കാൻ മധുസൂദനൻ നാരായണത്ത് ഭ്രാന്തൻ വായിക്കണമെന്നില്ല. അച്ഛനും അമ്മയും കണ്ണുകളിൽ നോക്കി അടുത്തിരുന്ന് പരസ്പര കൈകൾ കൊണ്ടിരുന്ന് കോർത്തു പിടിച്ച് രസകരമായ വർത്തമാനം പറയുന്ന വീട്ടിലെ കുട്ടികൾക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാവും, നല്ല സ്വഭാവം ഉണ്ടാവുന്ന മാനശാസ്ത്രജ്ഞന്മാര് പറയുന്നത്. എന്നാൽ മക്കളെ മുമ്പ് രാത്രി ഇരുട്ടത്ത് മാത്രം ഭയങ്കര കമ്പനി, വെളിച്ചത്തിൽ കെരിമുറുക്കനുമായിട്ട് നടക്കുന്ന കുറേ വീട്ടുകളായ രക്ഷിതാക്കളുണ്ട്. ആ കുട്ടികൾക്ക് സ്വഭാവ വൈകൃതം ഉണ്ടാവും. പ്രേമിക്ക് മക്കളുടെ മുന്നിൽ പ്രേമിക്കാൻ പഠിക്കും. പ്രേമം എന്നതിന്റെ അർത്ഥം അറിയാത്ത കുട്ടികളാണ് ശരീരങ്ങൾ ചേരലാണ് പ്രേമമെന്ന് ധരിച്ചത്. ആരെയും എന്ന പാട്ട് കേട്ടിട്ടാ നമ്മളെന്നെ പ്രേമിക്കാൻ പറ്റ ആത്മാവിന്റെ സൗന്ദര്യം. അതുകൊണ്ട് ആ സൗന്ദര്യമുള്ള ശരീരത്തെ നമ്മൾ ആ കവിള അതൊന്ന് നുള്ളാൻ പാട്ടില്ലെന്നാ പഠനം. എങ്ങനെയാ ഞാനും എന്നാ ഇപ്പോഴത്തെ കുട്ടികള് കെട്ടിപ്പൂടിയിടാ എന്നാ പാട്ട് പാടുന്നത്. ശരീരം വലിയവർക്ക് വരസ് വേണ്ട, ഹൃദയം വേണ്ട. അതുകൊണ്ടാണ് ആ ശരീരം വേറൊരാൾ കല്യാണം കഴിഞ്ഞു പോയാൽ ഉടനെ അവരുടെ പിറകെ പോയി കത്തിയാത്ത് കുത്തുന്ന കാമുകനും കഷായം കൊടുത്ത് കൊള്ളുന്ന കാമുകിയും ഉണ്ടാവുന്നത്. അതുകൊണ്ട് ശരീരമാണ് പ്രണയത്തിന്റെ ഉപകരണമെന്ന് ധരിച്ചുപോയി. പണ്ട് ആത്മാവിനെ പ്രേമിക്കുന്ന കാലത്ത് 100 വയസ്സ് കഴിഞ്ഞ മധുവിന്റെ സിനിമ പാട്ട് ഓർമ്മ. കല്യാണം കഴിഞ്ഞ് പ്രേക്ഷിച്ച പെണ്ണ് വേറെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ അവരുടെ പിന്നാലെ നിശ്ചാന്തത്ത് പോകുന്ന കാമുകനായി എന്ന് പാടുന്ന കാമുകനുണ്ടായിരുന്നു. ഇപ്പൊ കത്തിയെടുത്ത് കുത്തുന്ന കാമുകൻ. എന്തുകൊണ്ടാ? നിങ്ങളുടെ വീട്ടിലുള്ള കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനല്ല, മൃദുലമല്ല, സർഗാത്മകമല്ല. എപ്പോഴും പോലെ അതുകൊണ്ട് രാവിലെ നേരെ പുലരുമ്പോൾ മക്കളെ വീട്ടിൽ മുതൽ ആരാണ് നിങ്ങളുടെ കൗൺസിലിംഗ്. നിങ്ങളാണ് ഏറ്റവും നല്ല കൗൺസിലേഴ്സ്. നിങ്ങൾക്ക് 10ാം ക്ലാസ് 8ാം ക്ലാസ് +2 നല്ല കൗൺസിലർ. രാവിലെ കുട്ടികളെ വിളിക്കുന്നത് അന്നത്തെ കൗൺസിലിംഗ് ആണ്. എങ്ങനെയാ വിളിക്കുന്നത്? രാവിലെ അടുപ്പത്തൊന്നും ആയിട്ടില്ല, സ്കൂൾ ബസ് വരേണ്ട സമയമായി, പയ്യനാണ് എണീറ്റിട്ടില്ല, രാവിലെ തന്നെയുള്ള വിളിയത. നിങ്ങൾക്ക് കൗൺസിലിംഗ് വേണം. ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾക്ക് കൗൺസിലിംഗ് വേണോ? ഒറ്റ ചോദ്യത്തിന് നിങ്ങൾ പോയി ഉത്തരം പറഞ്ഞാൽ മതി. എന്നോട് പറയണ്ട, നിങ്ങൾക്ക് കൗൺസിലിംഗ് വേണോ? മക്കൾ ഉറങ്ങുന്ന കാണുമ്പോൾ ചോദിച്ചിൽ വിത്തുണ്ടെങ്കിൽ അത്യന്തരമായും സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. ഈ കുട്ടീനെ ഉറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ട പാടത്രയാ. ഇപ്പം വലുതായിട്ട് ഉറങ്ങുന്നതാണ് പെട്ടെന്ന് ഉറങ്ങുന്നത്. ചെന്തൊരു ക്രൂരന്മാരാ നിങ്ങളെന്ന്. ആ ഉറങ്ങുന്ന കുട്ടി നിഷ്കളങ്കരാ, അവര് ദൈവത്തിന് തുല്യ. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് അബദ്ധം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഉറങ്ങുന്ന കുട്ടീന്റെ കാര്യം പിടിച്ചിട്ട് മാപ്പി ചോദിച്ചാൽ മതി. ഉറങ്ങുമ്പോ ചോദിക്കാവും, അല്ലാണ്ട് ചോദിച്ചാൽ ഓൻ വലിയ ആളായിരുന്നു. മനസ്സിലായോ? അതാ. എന്നിട്ട് അവനെ ആ നെറ്റിയിൽ വേണ്ടിയിരിക്കുന്ന മുടിയതകളൊന്നും ആടിയാക്കി കവിളത്തൊരു മൊത്തവും കൊടുത്തിട്ട് പറ്റുമെങ്കിൽ കുപ്പായത്തിനുള്ളിൽ കൈയിട്ടിട്ട് പുറത്തുനിന്ന് മാന്തി കൊടുത്തിട്ട് മോളെ എണീക്കടാ
അതിനൊരു താളമുണ്ട്. ഈ നാദം നിങ്ങൾ ഒറ്റയെ നാദമാക്കാൻ പറ്റില്ലേ? നിങ്ങളുടെ വീടിൽ സംസ്കാരത്തിന്റെ ലക്ഷണം നിശ്ചയിക്കുന്നത് നിങ്ങളുടെ നാദമാണ്. ഒറ്റ അർത്ഥമുണ്ടാകുമ്പോൾ നാദമാവും. അട്ടഹാസം വേണ്ട. ഒരു വീട്ടിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ശബ്ദമാണ്. ആ ശബ്ദം കറക്റ്റ് ആവുക. എങ്ങനെ എന്നാൽ പക്ഷെ മോനെ എന്ന് വിളിക്കുക. എണീക്കുന്നില്ല ഉടനെ പോവാ. മിക്ക വീട്ടിലും കനി കാണുന്നത് ക്ലോസറ്റാ. നേരെ ടോയ്ലറ്റ് പോവാ. നോ, അവനെയും കൊണ്ട് മുന്നിലത്തെ വാതിൽ തുറന്നില്ല. ആ വാതിൽ തുറന്നിട്ട് മുറ്റത്തേക്കോ വരാതെയോ ഇറങ്ങിയിട്ട് ഇന്ന് 2-3 പൂവുകൾ കൂടുതൽ വിരിഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറയണോ? ഇന്ന് മഴ കുറവാണല്ലോ, ഇന്ന് കിളികളുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ഇന്ന് അപ്പുറത്തെ വീട്ടിൽ നേരത്തെ ഉള്ളതെന്ന് തോന്നുന്നുണ്ടല്ലോ, ഇന്ന് കോഴിന്റെ കോലൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇത്തരത്തിൽ ചുറ്റുപാടുമുള്ള സംഭവങ്ങളെ പറ്റി നിങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ? നേരെ അടുക്കളയിലേക്ക് പോകല്ല, വരാന്തയിൽ ഒരു 5-10 മിനിറ്റ് ചെലവഴിക്ക്. അവിടെ ഉൾക്കൊടുത്തൂണിന്റെ മൂർധാവിലെ മഞ്ഞുള്ളിയിൽ സൂര്യകിരണങ്ങൾ തട്ടുമ്പോൾ ദൈവത്തെയും കാട്ടിക്കൊടുക്കാറുണ്ടോ? വേറെ ദൈവത്തെ കാട്ടിക്കൊടുക്കാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെ പോണമെന്നില്ല, സൗന്ദര്യത്തെ കാട്ടിക്കൊടുക്കാൻ പോണമെന്നില്ല. ആ പുൽക്കൊടിത്തുമ്പിന്റെ മൂർധാവിലെ മഞ്ഞുതുള്ളിയിൽ സൂര്യകിരണങ്ങൾ സ്പർശിക്കുമ്പോൾ അത് ചുവന്നു വരുന്നത് കാണുമ്പോൾ ആവണി മാസം എന്ന് പറഞ്ഞാൽ ഓണക്കാലല്ലേ? ആ ഓണക്കാലത്ത് വാദത്തെ നോക്കിയിട്ട് ഈ ആവണീശ്വരക്കാർ എത്ര ആളുകൾ രാവിലെ വീട്ടിൽ ആവണി അരുളന്റെ തലോടുമ്പോൾ എന്ന പാട്ട് നിങ്ങളുടെ വീട്ടിൽ പാടി കൊണ്ടു ആവണീശ്വരക്കാരെ പാട്ട് നിങ്ങൾ ഇവിടുന്ന് സ്ഥലം പെട്ടപ്പെടും. എന്താ ആവണീശ്വരക്കാരാ നിങ്ങൾ? ആവണി ഓഴിക്കാലമാണ് നമ്മുടെ ഈ ഭൂമിയിൽ മനുഷ്യർ അയച്ചത് ഈ സൗന്ദര്യത്തിന്റെ ദൈവത്തെ കാണാനാണ്. മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരക്ഷരം ഒരു തോക്കനും പാഴ്പാണ്ട, ഒരു ദിനോസറും ഒരാൻ കടുവയും പാഴ്പാണ്ട. നമ്മൾ വന്നതിന് ശേഷമാണ് കണ്ണെത്താദൂരത്തൊരു കയ്യെത്തും ദൂരത്തൊരു ചെന്നെത്തണം എന്ന് പറഞ്ഞിപ്പോയി മുല്ലപ്പുലത്തമ്പത്താടും മുല്ലയ്ക്ക് മുല്ലയെപ്പറ്റി പാടി. ആ ഭൂമേന കിടക്കുമ്പോൾ ചോദിച്ചിരുമ്പൊരു രാജകണകൾ എന്ന് പാടാൻ ആശാനുണ്ടായിട്ടില്ല. ആകാശങ്ങളെ വഴക്കി കിഴക്കൻ ചക്രവാള മഴവിൽ ആ മഴവിൽ നോക്കിയിട്ട് വയലിൽ യെല്ലോ ഓറഞ്ച് റെഡ് 7 നിറങ്ങളുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ? മനുഷ്യരല്ലാതെ വന്നലിത്ത ദൂരചക്രവാളം എന്ന് പാടാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ വന്നത് ലോകത്തിന്റെ അത്ഭുതകരമായ ആ ആവണിപ്പൊൻപിളിയുടെ ഈശ്വരത്വത്തെ കാണാനാണ്. അപ്പോഴാണ് ആവണീശ്വരക്കാരാവും. നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ സൗന്ദര്യാത്മകമായി സർഗാത്മകമായി വളർത്താനാണ് നിങ്ങൾക്ക് ചുമതല. അല്ലാതെ പട്ടിക്കുട്ടിയെ പോലെ പൂച്ചക്കുട്ടിയെ പോലെ കേവലം ശരീരം വളർത്താനല്ല നിങ്ങളുടെ പണിതം. ആ ശരീരത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോ കുട്ടിക്ക് തോന്നി എന്റെ ശരീരം ഗുരുവാണ്, മനസ്സ് ലഘുവാണ്. ശരീരം ഗുരുവും മനസ്സ് ലഘുവായതിനെയാണ് മൃഗം എന്ന് പറയാം. മനുഷ്യൻ മൃഗമല്ലാതാവും അവന്റെ മനസ്സ് ഗുരുവും ശരീരം ലഘുവാകുമ്പോഴാണ്. ഒരു പശുവിന് ചാണകപ്പെടുന്നത് തോന്നിയാൽ, അതിന് മൂത്രയിക്കോളം തോന്നിയാൽ ശരീരം പറയും ഒഴിക്കണോ, മനസ്സ് അനങ്ങാണ്ട് കിടക്കുന്നത് പറയോ, അപ്പ പാരം മുതിച്ച് അവിടെ മൂത്രയിക്കും, അവിടെ ചാണകൂടും. അത് നഗരമധ്യത്തിലാണോ ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിലാണോ നോക്കൂല. എന്നാൽ നമ്മൾ മനുഷ്യരായത് മനസ്സു പറയൂ അനങ്ങാണ്ട് കിടന്നോ പെരുങ്കൊടലേ.
ഒരു പട്ടി പിണചേർന്നുവെന്ന് തോന്നിയാൽ പള്ളിക്കാരനോമാരോട് പറയുകയോ നിക്കാതെ നടത്തുവോ നിശ്ചയക്കാരെ വിളിക്കുകയോ അന്തേടുകയോ ഒന്നും ചെയ്യൂല. ഓടിൽ നിന്ന് ഇണചേരും പട്ടികൾ. നമുക്ക് കാമവികാരമുണ്ടെന്നാൽ അനങ്ങാണ്ട് കിടക്കെന്ന് പറഞ്ഞിട്ട് കാത്തു നിൽക്കും. സമൂഹം അംഗീകരിച്ചു തരുന്ന വരനെ വധുവിനെ കണ്ടെത്തുന്നവരെ നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സടക്കി നിർത്തുമ്പോൾ നമ്മൾ മനുഷ്യരാവില്ല. നിങ്ങളുടെ കുട്ടികളുടെ മനസ്സാണോ ശരീരമാണോ ഗുരു എന്നത് അവർ തീരുമാനിക്കുന്നത്. നിങ്ങൾ ഇതിനെ അവർക്ക് ഫോക്കസ് ചെയ്യുന്നു നോക്കിയിട്ടാ. നിങ്ങൾ അവരുടെ ശരീരത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ അവരുടെ ഗുരു ശരീരമാവും. അവർ മൃഗീയ സ്വഭാവങ്ങൾ കാണിക്കും. നിങ്ങൾ അവരുടെ ഹൃദയത്തിനെയും മനസ്സിനെയും ഫോക്കസ് ചെയ്താൽ അവർ മനുഷ്യരാവും. അവന്റെ ശരീരത്തിന്റെ ചോദനകൾക്ക് അനുസരിച്ച് അവൻ പീഡനത്തിൽ പോകില്ല. അവൻ തോന്നിയാസം കളിക്കില്ല. കാരണം അവന്റെ മനസ്സ് പറയും. അത്തരത്തിൽ മനസ്സിനെ ഫോക്കസ് ചെയ്യുക. അത്തരത്തിൽ കുടുംബ സദസ്സുകൾ തിരിച്ചു പിടിക്കുക. മറിച്ചത് ശരീരത്തിൽ കുറെ കാലമായി നമ്മുടെ നാട്ടിൽ നല്ല ഭക്ഷണമില്ലാതെ പാഠമില്ലാതെ ഒരുപാട് കാലം കിടന്നു മനുഷ്യര്. അന്ന് പഠിച്ചതല്ല ശരീരത്തിനും ഭക്ഷണത്തിനും വസ്ത്രത്തിനും പണത്തിനും ജോലിക്കും വേണ്ടിയാണ്. ഇപ്പൊ ഏതെല്ലാം അതെല്ലാം കിട്ടിയിട്ടും എന്തൊക്കെയോ ഒരു സംതൃപ്തിക്കുറവില്ലേ? അവിടെയാണ് നിങ്ങൾ മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ സോഫ്റ്റ് യുവർ കമ്മ്യൂണിക്കേഷൻ രാവിലെ തന്നെ തുടങ്ങുക. പുഞ്ചിരിക്കാൻ ടാക്സ് കൊടുക്കണ്ടല്ലോ, GST അടക്കണ്ടല്ലോ, പുഞ്ചിരിക്കാൻ പൈസ കൊടുക്കണ്ടല്ലോ. പുഞ്ചിരിക്കുക, പുഷ്പം വിരിയുന്നത് പോലെ പുഞ്ചിരിക്കുക. മക്കളോട് പുഞ്ചിരിക്കുക. രാവിലെ എഴുന്നേറ്റ് വരുമ്പോ അസ്വസ്ഥപ്പെടുത്തുന്ന മുഖവുമായിട്ട് വരരുത്. പ്രസാദം വദനത്തിങ്കൽ, കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്യവുമായിട്ട് രാവിലെ ഉണർന്നു വരിക, പുഞ്ചിരിച്ചു വരിക. ഈ കൂഴച്ചക്ക, നിങ്ങൾ പഴഞ്ചക്ക എന്ന് പറഞ്ഞത് ഇവിടെ കൂഴച്ചക്ക അതല്ല പ്രിയ. ഈ പ്ലാവിൽ നിന്ന് വീണ കൂഴച്ചക്കേന്റെ കോലം കണ്ടിട്ടുണ്ട്. അതേപോലെ ആ ചില ആളുകൾ രാവിലെ ഉറക്കളിച്ച് വരുന്നാട്ടിലുണ്ടാവും. ഒന്തയല്ല ഇങ്ങനെ ആക്കിയിട്ട് വരും. ഒന്ന് പുഞ്ചിരിച്ചു വരിക. ഹൃദയത്തിലേക്ക് വർത്തമാനം പറയാം. അങ്ങോട്ട് പറയാ, ഇങ്ങോട്ട് കേൾക്കുക. സ്കൂൾ വിട്ട് വന്ന ഉടനെ മക്കൾക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാൻ രണ്ട് കാത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പറയാൻ ഒരു നാവയുണ്ട്, കേൾക്കാൻ രണ്ട് കാതുണ്ട്. പറയുന്നതിന്റെ ഇരട്ടി കേൾക്കുക. എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ട് മക്കൾ പറയുന്നത് കേട്ടിരിക്കാൻ രക്ഷിതാക്കൾ അരമണിക്കൂർ നീക്കി വെക്കുക. അവര് പല കാര്യങ്ങളും ചിലപ്പോ ബോഗസായിട്ട് പറയും, പെരിപ്പിച്ച് പറയും. അതിലെല്ലാം കഴിഞ്ഞ് ഇടപെടലും അത് ആസ്വദിക്കുക. ഓപ്പൺ ഗേറ്റ്, ഹൃദയം തുറക്ക്. നിങ്ങളുടെ ചങ്കിലേക്ക് അവർക്ക് ഇടം കിട്ടാത്തത് കൊണ്ടാണ് അവരുടെ ചങ്കി നിങ്ങൾക്കും ഇടം കിട്ടാത്തത്. അതുകൊണ്ട് അവർ ചങ്കുകളിൽ അന്വേഷിച്ചു പോകുന്നത്. വീട്ടിൽ നിന്ന് പുറപ്പെടുക, രാത്രി 11 മണി വരെ വീട്ടിൽ വരാത്തത് നിങ്ങളുടെ ചങ്കിൽ അവർക്ക് ഇടമില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരുടെ ചങ്കിൽ നിങ്ങൾക്കും ഇടമില്ല. നിങ്ങളുടെ ചോദ്യത്തിൽ അവരെ ഇടം കിട്ടും. അവര് നിങ്ങളല്ലാതെ അവർ ആരുള്ളത്? ചില കുട്ടികളെ തിരിച്ച് രക്ഷിതാക്കള് ആക്ഷേപിക്കുന്ന കണ്ടിട്ടുണ്ടോ? എന്തൊരു ശത്രുതയിലാണ് ആക്ഷേപിക്കുക, ശിക്ഷിക്കാൻ പറയോ? ആ കുട്ടികൾ തിരിച്ച് വൈകുന്നേരം വീട്ടിൽ വരുന്നത് അവർക്ക് നിങ്ങളോട് പേടിച്ചിട്ടോ ബഹുമാനം കൊണ്ടോ അല്ല കേട്ടോ. അവർക്ക് പോവാൻ വേറെ സ്ഥലമില്ല എന്നിട്ട് വരുന്ന, അവർക്ക് തിന്നാൻ ഭക്ഷണം വേറെ കിടാത്തോണ്ട് വരുന്ന. അങ്ങനെ കുട്ടികളെ വെറുപ്പിക്കരുത്. കുട്ടികളെ വഴക്ക് പറഞ്ഞാൽ ഞാൻ ഇഷ്ടമുണ്ടെങ്കിൽ ആ പിണക്കം തീർക്കാൻ അന്ന് രാത്രിക്ക് മുമ്പ് തീർത്തോളണം. എങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ തെറ്റായി പോയി മോനെ, നീ മാപ്പാക്കുന്നൊന്നും പറയണ്ട. അവരെ കെട്ടിപ്പിടിച്ചൊന്ന് കിടന്നാ മതി. അതുകൊണ്ട് അവന്റെ അടുത്തേക്ക് മുന്നോട്ട് വർത്താനം പറയുമ്പോ പരാതി കൊടുക്കാൻ പോയ പോലീസ് സ്റ്റേഷനിൽ നിന്ന് CI ഇങ്ങനെ നിൽക്കല്ല. ഒന്ന് എന്താ ഈ പറഞ്ഞ് ഒന്ന് മുന്നോട്ട് കുനിയ, അവനെ തൊടുക, ടച്ച്, അവന്റെ കണ്ണിൽ നോക്കി വർത്തമാനം പറയാ, ഐ കോണ്ടാക്ട്. അവൻ പറയുമ്പോൾ തലകുലിക്ക് സമ്മതിക്കുക. നോഡിങ്, സ്മൈൽ, ഓപ്പൺ ഫോർവേഡ്, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്, അതിലൂടെ അവൻ ആർജിക്കുന്നത് ഇന്റലിജൻസ് ക്വഷ്യന്റ്, ബുദ്ധിശക്തിയുടെ വളർച്ചയുടെ കൂടെ ഇമോഷണൽ ക്വഷ്യന്റ് എന്നൊരു കഴിവാ, വൈകാരികമായൊരു ശക്തി. നമ്മുടെ കുട്ടികൾക്ക് വൈകാരിക ശക്തിയിലേക്ക് തീർന്നു അവന്റെ ജീവിതം. അമ്മ, അച്ഛൻ എന്ന വാക്ക് കേൾക്കുമ്പോ അതിന്റെ ഡിക്ഷണറി അർത്ഥം കൊണ്ടല്ല അവൻ ബഹുമാനിക്കുന്നത്. അതിനൊരു വികാരമുണ്ട്. അമ്മ, എന്റെ അമ്മ, എന്റെ അച്ഛൻ എന്ന് കേൾക്കുമ്പോ ഡിക്ഷണറി അർത്ഥമല്ല, ആ ഡിക്ഷണറിയിൽ അല്ലാത്ത വൈകാരികതയുടെ അളക്കാൻ പറ്റാത്ത അർത്ഥം അവന് കിട്ടണമെങ്കിൽ അവൻ ഇമോഷണൽ ക്വഷ്യന്റ് വേണം.
അതുകൊണ്ട് അവനെ ചിരിക്കാനും ചിരിക്കാതിരിക്കാനും പഠിപ്പിക്കുക. ചിരിക്കേണ്ടത് എവിടെയാ, ചിരിക്കാൻ പാടില്ലാത്ത എവിടെയാ. കരയാനും കരയാതിരിക്കാനും പഠിപ്പിക്കുക. ദേഷ്യം വരാതിരിക്കാനും പഠിപ്പിക്കുക. ഒരിക്കലും ദേഷ്യം വരരുതെന്നല്ല. അതുകൊണ്ട് നിങ്ങൾ ഇമോഷണൽ ക്വോഷ്യന്റ് പഠിപ്പിക്കുമ്പോ നിങ്ങൾ ഓവർ ദേഷ്യം വരുന്നത് കണ്ടാൽ അന്റൊക്കെ ഓവർ ദേഷ്യം വരൂ, അതിന്റെ 10 ഇരട്ടി അവർക്കും വരൂ. പക്ഷെ നിങ്ങൾ പേടിച്ചിട്ട് അവർക്ക് നിങ്ങളോട് ദേഷ്യം പ്രകടിപ്പിക്കാത്ത. കുട്ടീനെ കൊണ്ടൊരാൾ നടന്നു പോകുന്ന കുട്ടി ഭയങ്കര നിലവിളിയും കരച്ചിലും. കരയുമ്പോ ഇയാൾ കുട്ടിയോട് അടങ്ങ മാധവ എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് മിഠായി മുട്ടായി തന്നില്ല, കുട്ടി കരച്ചത് നിർത്തുന്നില്ല. അപ്പൊ അടങ്ങു മാധവ എന്ന് പറഞ്ഞിട്ട് പഴപ്പൊരു വായിക്കും. എന്നിട്ടും കുട്ടി കരച്ചത് നിർത്തുന്നില്ല. അപ്പൊ അടങ്ങു മാധവ എന്ന് പറഞ്ഞിട്ട് കരിപ്പാട്ടം വായിക്കമായി. എന്നിട്ടും കുട്ടി കരച്ചത് നിർത്തുന്നില്ല. എന്തെല്ലാം വാങ്ങി കൊടുത്തിട്ടും കരച്ചത് നിർത്തുന്നില്ല. അപ്പോഴല്ല ഇയാൾ അടങ്ങു മാധവ എന്ന് പറഞ്ഞിട്ട് ഓരോന്നും വാങ്ങി കൊടുക്കുക. അന്നേരം ഇതന്നെ കണ്ടോട്ട് ഒരാൾ ഉന്നയിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അയാൾ ഇയാളോട് പറഞ്ഞ് നിങ്ങൾ അപാര ക്ഷമ തന്നെ കേട്ടോ, ഞാനങ്ങാരാണെങ്കിൽ ഇങ്ങനെന്ത് വേറെ എന്തൊക്കെ ചെയ്തു പോയി. എന്തൊരു കരച്ചനറി ഇതൊക്കെ. കുട്ടിയോട് ഒന്നിച്ച് വന്നാണ് തട്ടിക്കേറി. എന്താ മാധവ എനിക്ക് വേണ്ട എന്നെ മായി തന്നിട്ട് നീ എന്താ മാധവ കരച്ചൽ നിർത്താത്ത? അപ്പൊ അയാൾ പറഞ്ഞു കുട്ടീന്റെ പേര് മാധവൻ എന്നല്ല, രാജേഷ് എന്നാ. കുട്ടീന്റെ പേരെന്താ? രാജേഷിന്. പിന്നെ ഇന്ന് ആരോടാ അടങ്ങ് മാധവ എന്ന് പറയുന്നു? അപ്പൊ അയാൾ പറഞ്ഞു ആരെ മാധവൻ? അയാൾ പറയാ മാധവൻ ഞാൻ തന്നെ. എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയാ അടങ്ങ് മാധവ. നിങ്ങൾക്ക് നാളെ മുതൽ എന്നു മുതൽ ഒറ്റ വർത്താൻ അടങ്ങ് മാധവ. മനസ്സിലായി? നിങ്ങൾ ദേഷ്യം വന്നിട്ടും ശിക്ഷിച്ചത് കൊണ്ട് ലോകത്ത് ഒരു കുട്ടി നന്നായിട്ടില്ല. ദേഷ്യം വരെ പറഞ്ഞ കാര്യങ്ങൾ പറയേണ്ടത് പോലെ പറഞ്ഞിട്ട് ദേഷ്യം പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ അധ്യായം ക്ലോസ് ചെയ്യണം. എന്നിട്ട് അവനോട് സൗഹാർദ്ദത്തിൽ സംസാരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ദേഷ്യത്തിന് അവന് പുല്ല് വിലയിടാവില്ല. മനസ്സിലായോ? ഇമോഷണൽ ക്വസ്റ്റ്യൻ ഞാൻ ഇത്ര നേരെ പറഞ്ഞ മുഴുവൻ അർത്ഥത ഉണ്ടാക്കാനാണ്. കവിത ചൊല്ലാം, കഥ വായിക്കാം, പൂക്കളെ കാണണം, പൂമ്പാറ്റയെ കാണണം, കുഞ്ഞിനെ കാണണം, ഉച്ചക്കുട്ടിയോട് ആലപിക്കാൻ പഠിപ്പിക്കണം. കുട്ടിയുടെ വ്യക്തിത്വത്തിൽ അഭ്യമായ ഘടകമാ. അത് പ്രധാനമാണ്. അടുത്തത് സ്പിരിച്വൽ ക്വസ്റ്റ്യൻ, ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടാക്കണം. ഭഗവത്ഗീതയും ബൈബിളും ഖുർആനും വായിച്ചു തോന്നിട്ട് മാത്രം ധാർമ്മിക മൂല്യം ഉണ്ടാവില്ല. ബൈബിളിൽ അങ്ങേ തലക്കെത്താൻ ഒരു മനുഷ്യൻ, ഒരുപാട് പഠിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു പുരോഹിതനാണ്. അദ്ദേഹം ഇതുപോലെ സ്കൂളിന്റെ മാനേജരാണ്. ഞാൻ ആ സ്കൂളിൽ +1 പെട്ടിയിട്ട് ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞപ്പോ ഇയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ലാംഗ്വേജ് സ്കൂളിന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയതല്ല. ഇങ്ങനെയുള്ള തമാശയും പറയാം. ഞാൻ ചന്തീന്നുള്ള വാക്ക് ഉപയോഗിച്ച് തെറ്റായി പോയി എന്ന് പറഞ്ഞു. ഇല്ലാത്ത അയാൾക്കില്ല, ഞാനറിയില്ല. വളരെ മോശമായിട്ട് പറഞ്ഞു. ഞാൻ ഓട്ടം തന്നെ ക്ഷമിക്കണം അച്ചോ എന്ന് പറഞ്ഞു. ഞാനിങ്ങ് പോകുന്നു. സ്റ്റാൻഡേർഡ് പോരെ. കേരളത്തിലെ ഒരു സെൻട്രൽ ജയിലിൽ കുറ്റവാളികൾ കൗൺസിലിംഗ് ക്ലാസ് എടുക്കാൻ ഞാൻ പോയപ്പോ മൈക്ക് സെറ്റ് ചെയ്യുന്നത് വെള്ളം കൊണ്ടെത്തിരുന്ന ഒരാളെ കണ്ടപ്പോ ഇയാൾ എവിടെയോ പരിചയമുണ്ടല്ലോ. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു അത് ആ അച്ഛനല്ലേ, 8ാം ക്ലാസ്സിലെ പെണ്ണിനെ ഗർഭിണിയാക്കിയിട്ട് ജയിലിൽ ശിക്ഷിക്കപ്പെട്ട അച്ഛനാണ്. എന്റെ ഭാഷക്ക് സ്റ്റാൻഡേർഡ് പോരാന്ന് പറഞ്ഞ അച്ഛൻ. അയാൾക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ് അല്ലേ? നിങ്ങൾ ആലോചിക്കുക. ഖുർആനും ബൈബിളും ഗീതയും കൊണ്ടും മാത്രം ധാർമ്മിക മൂല്യം ഉണ്ടാവുന്നു ശരിക്കരുത്. അത് നല്ല തന്നെ പഠിച്ചോ. പക്ഷെ അതിനകത്ത് കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും പ്രകൃതിയോടുള്ള ബന്ധവും പ്രകൃതിയും ഈശ്വരനും ഈശ്വരൻ മാത്രം പോരാ, കാലത്തിന്റെ പ്രതിരൂപങ്ങളാകയോ ഒരു പ്രഭാമയൂഖമേ കാലം ഈശ്വരനും മനുഷ്യരെ കാണാൻ പഠിക്ക്, പ്രകൃതിയെ കാണാൻ പഠിക്ക്. പ്രകൃതിയെ എന്തും ചെയ്യാം എന്ന് പഠിച്ച പറ്റി മനുഷ്യർ എന്തും ചെയ്യും. അതുകൊണ്ട് ജീവനുള്ളതാണ്, മനുഷ്യനുള്ളതാണ്. പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കുക, മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. ഞാൻ കൂട്ടത്തിൽ ദൈവത്തെ സ്നേഹിച്ചോട്ടെ. അന്ധവിശ്വാസങ്ങൾ പഠിപ്പിക്കാതിരിക്കുക. സയൻസ് ക്വസ്റ്റ്യന്റ് വേണം, ശാസ്ത്രബോധം വേണം. അനാചാരങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകരുത്. വിഡിത്തങ്ങളുടെ പറയെ പരീക്ഷയ്ക്ക് ജയിക്കാൻ കൂടുതൽ മന്ത്രിച്ചു കെട്ടി ഈ കുട്ടിക്ക് അവരവ വിശ്വാസം നഷ്ടപ്പെടുക. അവൻ ഇതിലാക്കണം. എന്റെ നാട്ടിലെ നീലക്കുരിങ്കാലി അമ്പലം, SSLC കഴിഞ്ഞ റിസൾട്ട് വരുന്ന ദിവസം അമ്പലത്തിന്റെ മുന്നിൽ ഭയങ്കര തിരക്ക്. രാവിലെ അവിടെ പൈസ ഇടുക. ദൈവം A+.
A+ന്റെ അർത്ഥം ദൈവത്തിന് അറിയോ നിനക്കറിയില്ല. ഞാനൊറ്റ ശരി എന്റെ വണ്ടിയിൽ നിന്ന് മോൻ ചോദിച്ചു അച്ഛനെന്താ ചിരിച്ച്. ചേട്ടാ ഇവന്റെ പേപ്പർ മുഴുവൻ 2 ആഴ്ച മുമ്പ് കംപ്ലീറ്റ് വാല്യുവേഷൻ കഴിഞ്ഞ് 3 നാൾ ചെക്ക് ചെയ്ത് ടാബുലേഷൻ കഴിഞ്ഞ് കമ്പ്യൂട്ടറിൽ ഇന്ന് 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്തോ മട്ട ആവർത്തിയാൻ നെറ്റിൽ അപ്ലോഡ് ആവും. ഇവൻ 3 പേര് ഈരക്കരിങ്കാലി കൊടുത്തതിന്റെ പേരിൽ ഈരക്കരിങ്കാലി തിരുവനന്തപുരത്ത് പോകണം, സെക്രട്ടേറിയറ്റിനുള്ളിൽ ചാടി കയറണം. എന്നിട്ട് ഈ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത് കയറണമല്ലോ, അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഹാക്ക് ചെയ്ത് ഇവൻ ഇതിനകത്ത് മാർക്കറ്റ് കൊടുക്കുന്ന ആരാണ് ദൈവമെന്ന് ഇവനോട് ആരാ പറഞ്ഞു കൊടുത്തത്? പരീക്ഷേന്റെ തലേന്ന് പോയിട്ട് പഠിച്ചല്ല ഓർമ്മിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചോട്ടെ. അത് അവനവന്റെ മനസ്സിന് ശക്തി കൊടുക്കാൻ. അല്ലാതെ ഈ മാർക്ക് കിട്ടുന്ന ആളാണ് ഇത്തരത്തിൽ ഏറ്റവും വലിയ പരിധാനത്തിന് അന്ധവിശ്വാസികളാക്കല്ല. അവന് സാമൂഹ്യബോധ സോഷ്യോ കോഷ്യൻ ഉണ്ടാക്കി, അവൻ പ്രകൃതി സ്നേഹം ഉണ്ടാക്കി, അവനും ഡൈവേഴ്സിറ്റി കോഷ്യനുണ്ട്. വൈവിധ്യങ്ങളോട് പൊരുത്തപ്പെടാൻ പറയാൻ പഠിക്കട്ടെ. എന്റെ മതം എന്റെ ജാതി എന്റെ പാത്രം എന്റെ എന്ന് പറയുവാൻ വേണ്ടി എണ്ണം കൂടുന്നതാണ് കലാപം ലോകത്തും കൊടുക്കാൻ കാരണം. എന്റെ രാജ്യവും മാത്രം രാജ്യസ്നേഹം പോലെ എന്റെ രാജ്യക്കാരും മാത്രം ശരിയെന്നല്ല. എന്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ അതൊന്നും ചെയ്യണമെന്ന അല്ലാതെ എന്റെ രാജ്യത്തിന് വേണ്ടി മാത്രം അച്ഛനെ മോശക്കാരെന്ന് പറയലല്ല. വസുദൈവ കുടുംബകം എന്ന ചിന്തയാണ് ഭാരതത്തിന്. ലോകത്തിലുള്ള എല്ലാവരും നമ്മുടെ കുടുംബത്തിലാണ്. ഇതെന്റെ പാത്രം, എന്റെ ദൈവം, എന്റെ പാത്രം, എന്റെ വയങ്ങളുള്ളത് കൊണ്ടാണ് സുന്ദരമായ എല്ലാവരും വലിയ പോലെ കണ്ണാണെങ്കിൽ കണ്ണിനൊരു സ്റ്റൈലിന്റെ കണ്ണ് പോലുള്ള കണ്ണ് അതാ കമലാക്ഷി, അംബുജാക്ഷി. ചിലയാൾക്ക് രഹനിന്റെ ശില്പിലുള്ള കണ്ണ് അതാ മീനാക്ഷി. ചിലയാൾക്ക് വലിയ കണ്ണ് വിശാലാക്ഷി. പെണ്ണുങ്ങൾക്ക് വലിയ കണ്ണാ സൗന്ദര്യം, ശക്തങ്ങൾക്ക് ചെറിയ കണ്ണാ സൗന്ദര്യം. അത് കുഞ്ഞിക്കണ്ണ് പോയി വൈദ്യുതോടുള്ള സൗന്ദര്യം ഉണ്ടായി. ആ വൈദ്യുതോട് പൊരുത്തപ്പെടാൻ വേണ്ടി ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്നത് ഇന്റലിജൻസ് ക്വസ്റ്റ്യന്റെ IQ ആണ്. 6 തിരിയാ ഞാൻ പറഞ്ഞു. 6 നിങ്ങൾ കത്തിക്കണം. ഇമോഷണൽ ക്വസ്റ്റ്യൻ, പാഷണൽ ക്വസ്റ്റ്യൻ, സൗന്ദര്യ ബോധം, ആർമിക മൂല്യങ്ങൾ, സോഷ്യോ ക്വസ്റ്റ്യൻ, മുഖ്യമന്ത്രി, സയൻസ് ക്വസ്റ്റ്യൻ, ശാസ്ത്രബോധം അല്ലേ, വൈവിധ്യങ്ങളോട് പൊരുത്തപ്പെടൽ. ഈ 6 ക്വസ്റ്റ്യൻ ചേർത്ത് ഇത് കത്തുന്ന വിളക്കായിട്ട് നിങ്ങളുടെ മക്കളെ മാറ്റുക. അവനെ എന്തെങ്കിലും ഒന്നാക്കാനാണ് നിങ്ങൾ നേരത്തെ തീരുമാനിക്കരുത്. ചെമ്പരം മരവും ചെമ്പരം വരില്ല. നിങ്ങളുടെ കുഞ്ഞി ചെമ്പരത്തിയാവോ പനഞ്ചിരാവോ തകിടത്തലാണ് നിങ്ങളുടെ പണി. അവൻ ടാലന്റ് എന്തായി, അവന്റെ എയിമെന്തായി, അവന്റെ ഹരിവെന്തായി. അല്ലാതെ ഡോക്ടർക്ക് കൊടുക്കുന്ന ഫീസ് കണ്ടിട്ട് തീരുമാനിക്കരുത്. അതിന് ഡോക്ടർ ആവാൻ കഴിവുണ്ടോ, എഞ്ചിനീയർ ആവാൻ കഴിവുണ്ടോ, തരത്തിൽ വളർത്തുക. അവന്റെ സ്വയം ശക്തി വളർത്തുക. ഫുൾ A+ വാങ്ങി വരുമ്പോ വട്ടി കടിക്കാൻ വന്നാൽ ഞാൻ ഫുൾ A+ ആയെന്ന് പറഞ്ഞാൽ നായി കടിക്കാതെ പോയിട്ടാ അതിൽ മരത്തുപക്കാരൻ്റെ ഇങ്ങനെ Y-axis. എന്റെ നാട്ടിലൊരു ഹെംടെക് പഠിക്കുമ്പോഴാണ് അവരും പ്ലേസ്മെന്റ് കിട്ടി. അമേരിക്കൻ കമ്പനി അവരെ പൊക്കിക്കൊണ്ടുപോയി. സാൻ ഫ്രാൻസിസ്കോയിൽ ജോലി കിട്ടിയിട്ട് ഇവൻ വിളിച്ചു പറഞ്ഞു, അച്ഛാ എനിക്ക് ശമ്പളം 10,000. അച്ഛന് ദേഷ്യം വന്നു. ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലും ഒരാഴ്ചക്ക് കിട്ടുന്നുണ്ട് 10,000, നിനക്ക് മാസത്തിൽ 10,000, നീ ഇങ്ങോട്ട് പോരി. അപ്പോൾ പറഞ്ഞു, അച്ഛാ $10,000 എത്രയാത്? 8,30,000. ഓ അവിടെ നിന്നു. ഇവൻ വലിയ ശമ്പളം കിട്ടിയപ്പോ ചെറിയ വീട് 1.3 കോടി രൂപയുടെ വീട്ടിൽ പ്ലാന് വരച്ചു. 4 കൊല്ലം കൊണ്ട് വേലിന്റെ പണി കുറയ്ക്കാക്കി അവനന്ന് പുറപ്പെടുന്ന വഴി ദുബായിന്റെ പണിയുണ്ട്. കടയിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് നിന്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക തെച്ചാച്ചി വേണം. അങ്ങനെ അടലും കടന്നു വന്നവൻ വീട്ടിന്റെ മുമ്പിലത്തെ തോട്ടിൽ വീണ്ടും വലിച്ചു പോയി. നീന്തം പഠിച്ചിട്ടില്ല, ഇങ്ങനെയാ നീന്തം പഠിക്കാൻ മരത്തിൽ കയറി. നിങ്ങളൊക്കെ മരത്തിൽ കയറാനും പഠിച്ചാൽ മനസ്സിലായോ? പ്ലസ് പറഞ്ഞ ഇങ്ങനെയല്ലേ? നീന്താനും പഠിക്കണം, മരത്തിൽ കയറാനും പഠിക്കണം.
കാലത്തോടും ദേശത്തോടും കടക്കുകയാണോ അവന്റെ അറിയാം. അത്തരത്തിൽ അവനവന്റെ ശക്തി വളർത്തുക പ്രതീകങ്ങളായിട്ട് നിങ്ങൾ പോൾ നമ്മൾ ദൈവത്തെ പോലെ കാണുക. നമ്മുടെ കുട്ടികളെ മോശമാണ് എല്ലാവരും പറയുന്നത്. എനിക്കാവുന്നില്ല. നമ്മുടെ കുട്ടികളെല്ലാം നല്ല കുട്ടികളാണ്. നമ്മളൊന്നും ചെറുപ്പത്തെ കഴിച്ച നാലൊരു പൊട്ടക്കെടുപ്പിൽ കഴിക്കുന്നില്ല. പക്ഷേ എന്റെ ശരീരം ധരിച്ചപ്പോ പദാർത്ഥമാണല്ലോ ശരീരം. പദാർത്ഥത്തിന്റെ പുറകെ ഓടുമ്പോ അവൻ പദാർത്ഥത്തിനെ തൃപ്തിപ്പെടുത്താൻ ചിക്കൻ 65 അൽഫാമും ഷവർമയൊക്കെ തിന്നിട്ടുള്ളൂ. ഈ പദാർത്ഥം അത് തൃപ്തിയാവുന്നില്ല. പദാർത്ഥത്തെ തൃപ്തിപ്പെടുത്താൻ പുതിയ പദാർത്ഥങ്ങളിലേക്ക് പദാർത്ഥമാണ് മൂന്നാമത്തേന് ഹരം ദ്രാവകം വാതകം. ഹരമാണ് മയക്കുമരുന്ന്, ദ്രാവകമാണ് മദ്യം, വാതകമാണ് പുക. അതിലേക്ക് പോകാൻ കാരണം ഈ ശരീരമാകുന്ന പദാർത്ഥത്തിൽ ആനന്ദത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അവന്റെ മനസ്സാകുന്ന അവന്റെ ഹൃദയമാകുന്ന ആ സങ്കല്പത്തിന് ആനന്ദം ഉണ്ടാക്കാൻ നമ്മുടെ കുടുംബ നമ്മുടെ സാമൂഹ്യം നമ്മുടെ വിദ്യാലയത്തിലും പുനഃസൃഷ്ടിക്കാൻ നിങ്ങൾ പരിശ്രമിച്ചാൽ നമ്മുടെ കുട്ടികൾ ഒരു കുഴപ്പമില്ല. അവർ നല്ല കുട്ടികളെ കുട്ടികളാ. നമ്മുടെ പത്രത്തിലെത്തി കുട്ടിയിട്ടുണ്ട്. പരിശ്രമിക്കുക. നിങ്ങളെ സ്നേഹിക്കും. അവരുടെ ചൈതൽ നിങ്ങൾക്കിടമുണ്ടാവാൻ നിങ്ങളുടെ ചൈതൽ അവർക്കിടം ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായ സദസ്സ് സംഘടിപ്പിച്ച മാനേജ്മെന്റിനും സ്കൂൾ അധികൃതർക്കും വിദ്യ കമ്മിറ്റിക്കും ഹൃദയം അഭിനന്ദനം അറിയിക്കുന്നു. ഇത്രയും ദൂരത്തോടെ തന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ചതിന് ഇതിന്റെ മാനേജറോട് സാറോട് പറയുമ്പോ എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവരും അടങ്ങിയിരുന്ന് കേട്ടത് നിങ്ങളോട് നന്ദി പറഞ്ഞ് എന്റെ ഉദ്ഘാടന പ്രസംഗം ചുരുക്കുന്നു.